ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ സ്റ്റേറ്റ് പ്രിഫറൻസ് അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റേറ്റ് പ്രിഫറൻസ് അപ്രോച്ച് നമുക്ക് ആദ്യം ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. ദ സ്റ്റേറ്റ് പ്രിഫറൻസ് അപ്രോച്ച്, ഓൾസോ കോൾഡ് ദ ആരോ ഡിബ്രൂ മോഡൽ, ഇങ്ങനെ ഒരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്, ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഇൻ എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസ്. ഇത് എക്കണോമിക്സിലും ഫൈനാൻസിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടു അനലൈസ് ചോയ്സ് അണ്ടർ അൺസർട്ടനിറ്റി. ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഏത് ചോയ്സ്, എന്ത് തിരഞ്ഞെടുക്കും, ഇങ്ങനൊരു കാര്യം പറയുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ ഹൗ ഇൻഡിവിജ്വൽസ് മേക്ക് ഡിസിഷൻസ്. അതായത് ഇൻഡിവിജ്വൽസ്, വ്യക്തികൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു വെൻ ദ ഔട്ട്കം ഡിപ്പെൻഡ് ഓൺ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ്സ്. അതായത് ഉറപ്പില്ലാത്ത, അതൊരു അൺസർട്ടനിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ ഏത് ചോയ്സ് നടത്തുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ്, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓർ സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ്, ഇതിന് വേറൊരു പേരിലും അറിയപ്പെടുന്നു. ഈ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവന്റ്സിനെ ഈ സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കീ ഐഡിയാസ് നോക്കാം. അതിൽ ഒന്നാമത്തേത് സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദീസ് ആർ ആൾ പോസിബിൾ ഫ്യൂച്ചർ സെനാരിയോസ് ദാറ്റ് മൈറ്റ് ഒക്കർ. അതായത് പോസിബിൾ ആയിട്ടുള്ള സന്ദർഭങ്ങളാണ്. രണ്ടിലേതെങ്കിലും ഒരു സന്ദർഭം വന്നിരിക്കും. അതായത് ഉദാഹരണത്തിന് എക്സാമ്പിൾ, ഗുഡ് വെതർ വേഴ്സസ് ബാഡ് വെതർ, നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ മോശം കാലാവസ്ഥ, അല്ലെങ്കിൽ ഒരെണ്ണം ഉണ്ടാവും. ഹൈ ഡിമാൻഡ് വേഴ്സസ് ലോ ഡിമാൻഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് തീർച്ചയായിട്ടും വരുന്ന ആ ഒരു രണ്ട് സെനാരിയോ പോസിബിൾ ആയിട്ടുള്ള സെനാരിയോ ഫ്യൂച്ചറിൽ വരുന്നതിനാണ് ഈ സ്റ്റേറ്റ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. അതായത് ഒന്ന് വരുമ്പോഴത്തേക്കും മറ്റേ ഉണ്ടാവില്ല. ആൻഡ് എക്സോസ്റ്റീവ്, അത് എപ്പോഴും നിലനിൽക്കത്തില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, തീർന്നു പോണതുമാണ്. ഓൺലി വൺ സ്റ്റേറ്റ് വിൽ ഒക്കർ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാവത്തുള്ളൂ. ആൻഡ് വൺ ഓഫ് ദ മസ്റ്റ് ഒക്കർ, അത് തീർച്ചയായിട്ടും ഒരെണ്ണം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുകയും വേണം. അടുത്തത് സ്റ്റേറ്റ് കണ്ടിൻജന്റ് കമ്മോഡിറ്റീസ് ആണ്. അതായത് സംഭവിക്കാൻ ഇടയുള്ള, സാധ്യതയുള്ള. ദീസ് ആർ ഗുഡ്സ് ഓർ പേ ഓഫ്സ് ദാറ്റ് ആർ ഡെലിവേർഡ് ഓൺലി ഇഫ് എ സർട്ടൺ സ്റ്റേറ്റ് ഒക്കേഴ്സ്. അതായത് ഒരു സ്റ്റേറ്റ് വരികയാണ്, ഒരു അവസ്ഥ വരികയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. അതായത് ഫോർ എക്സാമ്പിൾ, എ കമ്മോഡിറ്റി മൈറ്റ് ബി വൺ ആപ്പിൾ ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ. അതായത് നാളെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളാണ് അവൈലബിൾ ആയിട്ടൊരു കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് മഴ പെയ്യുകയാണെന്നുള്ള ഒരു കണ്ടീഷനാണ്, സ്റ്റേറ്റ് കണ്ടിൻജന്റ് ആണ്. ഇങ്ങനെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ അതാണ് ഇതിൽ പറയുന്നത്. ഓർ $1 ഇഫ് ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷസ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിറ്റുപോകാൻ, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വിറ്റുപോകാൻ സാധ്യതയുള്ള വില എന്ന് പറയുന്നത് $1 ആയിരിക്കും. ഇപ്പൊ ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് പ്രിഫറൻസസ് ഓവർ സ്റ്റേറ്റ് കണ്ടിൻജന്റ് ബണ്ടിൽസ് ആണ്. അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണം പ്രിഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇൻഡിവിജ്വൽസ് ചൂസ് ബണ്ടിൽസ് ഓഫ് സ്റ്റേറ്റ് കണ്ടിൻജന്റ് ഗുഡ്സ് ബേസ്ഡ് ഓൺ ദിയർ പ്രിഫറൻസസ്. അതായത് അവരുടെ പ്രിഫറൻസിനനുസരിച്ച് സാധ്യതയുള്ള ഒരു ഗുഡ് അവർ തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ബിലീവ്സ്, അത് മാത്രമല്ല അവരുടെ വിശ്വാസം അനുസരിച്ചും. യൂഷ്വലി റെപ്രസെന്റഡ് വിത്ത് പ്രോബബിലിറ്റീസ് ആണ്. പ്രോബബിലിറ്റീസ്, സാധ്യതകൾ കൊണ്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അസൈൻഡ് ടു സ്റ്റേറ്റ്സ്, അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ പ്രോബബിലിറ്റീസ് വെച്ചിട്ടാണ് അവർ ചൂസ് ചെയ്യുന്നത്, ഒരു ഫ്യൂച്ചറിൽ ഒരു ഗുഡ് ചൂസ് ചെയ്യുന്നത്. ദ എയിം ഈസ് ടു മാക്സിമൈസ് എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി അക്രോസ് സ്റ്റേറ്റ്സ്. അതായത് ഓരോ അവസ്ഥകളിന്മേലുള്ള അവർ എക്സ്പെക്ടഡ് യൂട്ടിലിറ്റി, അവർക്ക് കിട്ടുന്ന ഒരു ഗുണം, ആ ഒരു ഉപയുക്തത കൂട്ടുന്നതിനാണ് ഇവർ ഇങ്ങനെ ചൂസ് ചെയ്യുന്നത്. ഗിവൺ പ്രൈസ് ഓഫ് സ്റ്റേറ്റ് കണ്ടിൻജന്റ് ഗുഡ്സ്, അതായത് ഒരു ഇത്ര വില ഓരോ സ്റ്റേറ്റ് കണ്ടിൻജന്റ് ഗുഡ്സിനും ഉണ്ടായിരിക്കും. ആൻഡ് ദെയർ ബഡ്ജറ്റ്, അതായത് അവരുടെ കയ്യിൽ എത്ര പണം ചെലവാക്കാനുണ്ട് എന്നതിനനുസരിച്ചും ഓരോ ഗുഡിന്റെ വിലയ്ക്കനുസരിച്ചുമാണ് ഈ അവസ്ഥ, അതായത് സംഭവിക്കാൻ സാധ്യതയുള്ള അവസ്ഥയിൽ നിന്ന് ഇവരൊരു പ്രിഫറൻസ് നടത്തുന്നത്. അടുത്തത് സ്റ്റേറ്റ് പ്രൈസസ് ആണ്. ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള കമ്മോഡിറ്റിയുടെ വില. നേരത്തെ പറഞ്ഞ നാളെ മഴ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളായിരിക്കും കച്ചവടം ചെയ്യാൻ പോകണം എന്നുള്ളത്. അപ്പം ഈച്ച് സ്റ്റേറ്റ് കണ്ടിൻജന്റ് കമ്മോഡിറ്റി ഹാസ് എ പ്രൈസ്. ഓരോ സ്റ്റേറ്റ് കണ്ടിൻജന്റ് കമ്മോഡിറ്റിക്ക് ഒരു വില ഉണ്ടാവും. റിഫ്ലക്ടിങ് ദ കോസ്റ്റ് ടുഡേ ഓഫ് റിസീവിംഗ് 1 യൂണിറ്റ് ഓഫ് എ ഗുഡ് ഇൻ ദാറ്റ് സ്റ്റേറ്റ് ടുമോറോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അതേ അവസ്ഥയിൽ 1 യൂണിറ്റ് സാധനം ലഭിക്കാനുള്ള ഇന്നത്തെ ചെലവാണ് അതിന്റെ വില സൂചിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നാളെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുഡിന് 100 രൂപ ലഭിക്കും എന്നൊരു വാഗ്ദാനം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു നാളെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഗുഡിന് 100 രൂപ ലഭിക്കും. അപ്പൊ ഇതെന്തായി, ഒരു സ്റ്റേറ്റ് കണ്ടിൻജന്റ് കമ്മോഡിറ്റി ആയി, ഒരു ഗുഡായി. ഈ ഗുഡിന്റെ ഇന്നത്തെ വില ഒരു 60 രൂപയാണെന്നുണ്ടെങ്കിൽ നാളെ മഴ പെയ്താൽ അവന് 100 രൂപ കിട്ടും. ആ കമ്മോഡിറ്റി വിൽക്കുമ്പോൾ 100 രൂപ കിട്ടും. കാര്യം മഴ പെയ്യണമെങ്കിൽ 100 രൂപ വാഗ്ദാനം ചെയ്തേക്കാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് കണ്ടിൻജന്റ് ഗുഡിന്റെ വില എന്ന് പറയുന്നത് 60 രൂപയാണ്. നാളെ മഴ പെയ്താൽ അതിന് 100 രൂപയാവും. ദീസ് പ്രൈസസ് ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ഹൗ മാർക്കറ്റ്സ് വാല്യൂ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് റിസ്കിനെയും അൺസർട്ടനിറ്റി, അനിശ്ചിതത്വത്തേക്ക് ഈ മാർക്കറ്റ് എങ്ങനെ വാല്യൂ ചെയ്യുന്നു മനസ്സിലാക്കാൻ നമുക്ക് ഇത് സഹായകരമാണ്. ഇനി നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇമാജിൻ ദർ ആർ 2 സ്റ്റേറ്റ്സ് ടുമോറോ. നാളെ 2 അവസ്ഥകളാണ് ഉണ്ടാകാൻ പോണത്. ഒന്നാമത്തെ അവസ്ഥ, സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത് ഇറ്റ് റെയിൻസ്, മഴ പെയ്യും. സ്റ്റേറ്റ് 2, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഡസൻ റെയിൻ, മഴ പെയ്യത്തില്ല. അപ്പൊ നിങ്ങളുടെ ഒരു തീരുമാനം അനുസരിച്ച് മഴ പെയ്യുമെങ്കിൽ ഞാൻ ഈ ഗുഡിന് എത്ര വില ഈടാക്കും, വില പേ ചെയ്യാൻ തയ്യാറാണ്. മഴ പെയ്താൽ എത്ര വില പേ ചെയ്യാൻ തയ്യാറാണെന്നുള്ള ഒരു ഡിസിഷൻ, നിങ്ങളുടെ ആ ഒരു വെതറിനെ
വെതറിനോടുള്ള വിശ്വാസം അനുസരിച്ചുള്ള ഒരു വില. അതായത് ഇവിടെ അതിന്റെ ഉദാഹരണം വരുന്നത് എങ്ങനെയാണ്, യു ക്യാൻ ബൈ എ സ്റ്റേറ്റ് കണ്ടിൻജന്റ് ക്ലെയിം. അതായത് ഇതാണ് ഒരു ഒരു സ്റ്റേറ്റ് അവിടെ വരികയാണ്, ഒരു അവസ്ഥ അവിടെ വരികയാണ്, മഴ പെയ്യുന്നു ഇല്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം ദാറ്റ് പേയ്സ് ഡോളർ ഓൺ. അപ്പം നിങ്ങൾ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഇഫ് ഇറ്റ് റെയിൻസ്, അതായത് ഒരു റെയിൻ ബോണ്ടാണ് ഇവിടെ വെക്കുന്നത്. മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ $1 പേ ചെയ്യും. ആൻഡ് അനദർ ദാറ്റ് പേയ്സ്, വേറൊരാൾ പേ ചെയ്യുന്നത് ഇതേ $1 തന്നെയാണ്, ഓൺലി ഇഫ് ഇറ്റ് ഡസൻ റെയിൻ. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം $1 പേ ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ രണ്ടുപേരുടെ വിശ്വാസം അനുസരിച്ച് വില ഒന്നാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് കണ്ടിൻജന്റ് ഗുഡ് ആവുകയാണ് ആ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ യു ചൂസ് ഹൗ മച്ച് ഈച്ച് ടു ബൈ. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ഈ രണ്ട് രീതിയിൽ, മഴ പെയ്താലും പെയ്തില്ലെങ്കിലും എത്ര വില എനിക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതായത് ഡിപ്പെൻഡിങ് ഓൺ യുവർ പ്രിഫറൻസ്, നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചും ആൻഡ് ബിലീവ്, നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചും എബൌട്ട് ദ വെതർ, കാലാവസ്ഥയോടുള്ള നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചും പ്രിഫറൻസിനനുസരിച്ചും നിങ്ങൾ ആ ഒരു വില ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിലും കുറച്ച് യൂസ്ഫുൾ ആണ്. അത് എന്തുകൊണ്ടാണ് ഇത് യൂസ്ഫുൾ ആകുന്നത്? വൈ ഇറ്റ് ഈസ് യൂസ്ഫുൾ? അതായത് ഇറ്റ് ഫോംസ് ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ജനറൽ ഇക്വിലിബ്രിയം തിയറി. അതായത് ഈ മോഡേൺ ജനറൽ ഇക്വിലിബ്രിയം തിയറിക്ക് ഫൗണ്ടേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് അസറ്റ് പ്രൈസിങ്, അത് മാത്രമല്ല അസറ്റ് പ്രൈസിങ്ങിനും ഇത് ഫൗണ്ടേഷൻ ഇടുകയാണ് ചെയ്യുന്നത്. ലൈക്ക് ആരോ ഡിബ്രു സെക്യൂരിറ്റീസ്, ഇത് ഏതുപോലെയുള്ള ആരോ ഡിബ്രു സെക്യൂരിറ്റീസ് പോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഫൗണ്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് എ ക്ലീൻ വേ ടു മോഡൽ റിസ്ക് അവേഷൻ. ഈ മോഡൽ റിസ്ക് അവേഷന് ഒരു ക്ലീൻ, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇൻഷുറൻസ് ഡിസിഷൻസിന് ആൻഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിന് ഇപ്പൊ ഇതിനൊക്കെ നല്ലൊരു ക്ലീൻ വേ കൊടുക്കുന്ന ഒരു ഐഡിയ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.